ഗുരുദേവ ദർശനം പഠിക്കണം, അത് പിൻതലമുറയ്ക്ക് പകർന്നു നൽകണം. അതിന് ശുദ്ധമായ മനസ്സ് വേണമെന്ന് SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രീതി നടേശൻ. മുനമ്പം ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. SNDP യോഗം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ അധ്യക്ഷത വഹിച്ചു. മുനമ്പത്ത് താമസിക്കുന്നവരുടെ റവന്യൂ അവകാശങ്ങൾ നിയമപരമായി നിലനിർത്തി ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും അതിന് പ്രാർത്ഥനയും വേണമെന്നും അവർ പറഞ്ഞു. നമ്മളെല്ലാവരും കൂടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മതി, അത് നടന്നിരിക്കും. ഇത് നമുക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഭാരതത്തിൽ മൊത്തമുള്ള ഒരു പ്രശ്നമാണ്. എൻ്റെ അനിയത്തി തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് സ്ഥലത്തിൻ്റെ അടുത്ത് അവിടെ എങ്ങും ഒരു വഖഫ് ബോർഡ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഗ്രാമം മൊത്തം വഖഫ് ബോർഡിന്റെ കയ്യിലിരിക്കുകയാണ്. അവിടെ ഈ സഹോദരന്മാരാരും താമസിക്കുന്നില്ല, പള്ളിയില്ല, ഒന്നുമില്ല. അവർക്കതിൻ്റെ ഒരു 2 കിലോമീറ്റർ മാറി, പണ്ടവിടെ ഇങ്ങനെ വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു, അന്ന് മേടിച്ചിട്ടതാണ്. ഇപ്പോൾ അത് ടൗണായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഇനി ഞങ്ങൾ മേടിച്ചതും വഖഫ് ബോർഡിൻ്റെ ആണോ എന്നറിയത്തില്ല, അവരൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ തീ കോരിയിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒരു രാഷ്ട്രീയക്കാരെയും നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഇതൊക്കെ നിയമപരമായി പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. അത് പരിഹരിച്ചു വരാൻ കുറച്ച് താമസം ഉണ്ടാകും. അതിൻ്റെ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തിയേ ചെയ്യാനത്. അല്ലെങ്കിൽ ഇതെല്ലാം രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ കലഹിപ്പിക്കുന്ന, അത് പുറത്തുനിന്നുള്ള ആളുകളാണ്, നമ്മളിവിടെ ഉള്ളവരൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്ഷമയോടുകൂടി ഈ കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതിന് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തൃപ്പാദങ്ങളിൽ മുട്ടിപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരീ സഹോദരന്മാർക്കും ഇതര സഹോദരന്മാർക്കും അവനവൻ ആത്മസുഖത്തിനാചരിക്കുക, അവരൻ്റെയും കൂടെ സുഖത്തിനായിട്ട് വരണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു കലഹവുമില്ലാതെ ലോകം മുഴുവൻ സമാധാനം കൊണ്ടുവരാൻ പറ്റുന്ന ദർശനമാണ് ശ്രീനാരായണ ധർമ്മത്തിലും ശ്രീനാരായണ ദർശനത്തിലും ഉള്ളത്. ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ തൊട്ട് ബാലവേദി, കുടുംബ യൂണിറ്റ് ഉണ്ട്, ബാലവേദിയുണ്ട്, കുമാരി സംഘം, കുമാരസംഘം. ദേവസ്വം മാനേജർ KT ഡെനീഷ് ഗുരുസ്മരണ ദീപം തെളിയിച്ചു. യോഗം കൌൺസിലർ PT മന്മഥൻ ഗുരുപ്രഭാഷണം നടത്തി. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. യോഗം സെക്രട്ടറി TB ജോഷി പെൻഷൻ വിതരണം ചെയ്തു. യോഗം ബോർഡ് മെമ്പർ KP ഗോപാലകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശാഖാ പ്രസിഡന്റ് KN മുരുകൻ, VV അനിൽ, KF വിൽസൺ, പോൾസൺ മാളിയേക്കൽ, രഞ്ജൻ തേവാലിൽ, ശാഖാ സെക്രട്ടറി രാധാനന്ദനൻ എന്നിവർ പ്രസംഗിച്ചു.